NDA സ്ഥാനാർത്ഥിയായി ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ കൂടി രംഗത്തെത്തിയതോടെ എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളം നിറഞ്ഞു. ഇനിയുള്ള ഒരു മാസക്കാലം വാശിയേറിയ പ്രചാരണത്തിന്റെ നാളുകളാണ്. ഇടതു വലതു മുന്നണികളുടെ പ്രചാരണത്തിൽ ഏറെ കാലം പിന്നിട്ടെങ്കിലും തന്റെ വിജയത്തിന് സമയം പ്രശ്നമല്ലെന്നാണ് NDA സ്ഥാനാർത്ഥിയുടെ നിലപാട്. എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോദയിൽ അവസാന ലാപ്പിലാണ് NDA സ്ഥാനാർത്ഥിയായി BJPയുടെ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ എത്തിയത്. അതിനാൽ തന്നെ പ്രചാരണത്തിൽ പല ഘട്ടങ്ങൾ പിന്നിട്ട പ്രാദേശിക പാർട്ടി 2020യേക്കാൾ പിന്നിലാണ് പ്രമുഖ ദേശീയ മുന്നണി സ്ഥാനാർത്ഥിയായ കെ.എസ്. രാധാകൃഷ്ണൻ. എന്നാൽ പ്രഖ്യാപനം വന്നതിന് അടുത്ത ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്ന് പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു അദ്ദേഹം. സ്ഥാനാർത്ഥിത്വം പ്രചാരണവും താമസിച്ചെങ്കിലും മണ്ഡലത്തിലെ ജനങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. ടൈറ്റ് ഫൈറ്റ് അല്ല, ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ തെരഞ്ഞെടുപ്പാണ്. ഞാൻ ആലപ്പുഴ മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 20 ദിവസമാണ്. ആ 20 ദിവസം കൊണ്ട് അവിടെ 3% വോട്ട് 17.4% വോട്ടാക്കി ഉയർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സമയം ഒരു പ്രശ്നമേ അല്ല, ഓടിയെത്താൻ കഴിയും. അതേസമയം മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ സന്ദർശിച്ച എല്ലായിടങ്ങളിലുമെത്തി വോട്ടഭ്യർത്ഥിച്ചതുകൂടാതെ പൊതുവേദികളിലെത്തുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയുമാണ് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറും. മൂന്ന് മുന്നണികൾക്കുമൊപ്പം മണ്ഡലത്തിൽ നിർണായക ശക്തിയല്ലെങ്കിലും 2020 പ്രാദേശിക പാർട്ടി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയും പോരാട്ട രംഗത്ത് സജീവമാണ്. പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കളം നിറയുമ്പോൾ മുൻ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി മണ്ഡലത്തിലെ പോരാളികൾ എല്ലാം ജില്ലയിൽ നിന്നുള്ളവരാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.